പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹം കഴിച്ച ഭാര്യയ്ക്കോ ഭർത്താവിനോ വിവാഹ മോചനത്തിനുള്ള ഹർജി കൊടുക്കുന്നതിന് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടായിരിക്കണം? ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അനുബന്ധമായി പല കോടതി വിധികളും ഉണ്ടായിട്ടുള്ളതാണ്. എന്നാലും ഈ നിയമത്തിനകത്ത് പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. ഒന്ന്, വിവാഹമോചനത്തിന് വേണ്ടി ഭാര്യയ്ക്കോ ഭർത്താവിനോ ഹർജി നൽകാം, പെറ്റീഷൻ നൽകാം, വിവാഹമോചന ഹർജി നൽകാം. പക്ഷേ നൽകുമ്പോൾ അടിസ്ഥാനപരമായി ചില ഗ്രൗണ്ടുകൾ കാണിക്കേണ്ടതുണ്ട്. ഏകപക്ഷീയമായി ചെയ്യുന്ന കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. വിവാഹമോചനം നമുക്ക് 2-3 തരത്തിൽ ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പരസ്പര സമ്മതപ്രകാരം വിവാഹമോചന ഹർജി നൽകാം. ഈ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവരുടേതായ കാരണങ്ങളാൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണങ്ങൾ അത് കോടതിക്ക് ബോധ്യമാകുന്നത് ആയിരിക്കണം. അങ്ങനെയുള്ള കാരണങ്ങളാലും നമുക്ക് ഈ ഡിവോഴ്സ് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യാം. ഒന്ന്, പ്രധാനമായും വിവാഹശേഷം ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ പങ്കാളി അല്ലാതെ മറ്റൊരാളുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടതായി ബോധ്യപ്പെട്ടാൽ നമുക്ക് വിവാഹമോചന ഹർജി ആ കാരണത്താൽ ചെയ്യാം. ഹസ്ബൻഡായാലും അതേപോലെ വൈഫായാലും മറ്റ് ഒരാളുമായിട്ട്, ഭാര്യ ഭർത്താവുമായിട്ടല്ലാതെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുമായിട്ടല്ലാതെ മറ്റൊരാളുമായി, ഒരു തേർഡ് പാർട്ടിയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടാൽ, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതൊരു കാരണമാണ്. ഇനി പെറ്റീഷൻ കൊടുക്കുന്ന കക്ഷിയോട് ക്രൂരമായ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പങ്കാളിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണമാകാം. ഹർജിക്ക് മുമ്പ് 2 വർഷത്തിൽ കുറയാത്ത കാലം ഉപേക്ഷിക്കുന്ന രീതിയിൽ മാറി നിന്നാൽ, ഹർജി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ 2 വർഷം വേർപെട്ട് താമസിക്കുന്നു, ഇല്ലെങ്കിൽ ഉപേക്ഷിച്ചിരിക്കുന്നു, പരിത്യജിച്ചിരിക്കുന്നു, ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം, 2 വർഷം മാറി നിൽക്കുന്നു, ഇതേവരെ നോക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ, ഭർത്താവ് അങ്ങനെ ഒന്ന് മാറി നിന്നാൽ, തിരിച്ചും വരാൻ കേട്ടോ, അങ്ങനെ മാറി നിന്നാൽ അത് വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടായി മാറും. ഞാൻ ഹിന്ദു മാരേജ് ആക്ട്, ജനറൽ ആക്ട് കൊണ്ട് നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു, അത് ഞാനത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു ഡിവോഴ്സിൻ്റെ കാര്യം മാത്രമായിട്ട് ഞാൻ പറയുന്നത്. ഇനി വേറൊന്ന്, പങ്കാളി മതം മാറിയാൽ, വേറൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ, ഹിന്ദു ഇതനുസരിച്ചുള്ള കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള മതം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും മാറി മറ്റൊരു മതത്തിനെ സ്വീകരിക്കുന്നു, പരിവർത്തനം ചെയ്തുകൊണ്ട് മതം മാറുന്നു എങ്കിൽ അത് ഡിവോഴ്സിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി മാറും. ചികിത്സിച്ച് ഭേദമാകാത്ത ഏതെങ്കിലും തരത്തിലുള്ള ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാനസികമായ തകരാറ് ഉള്ള ഒരു അവസ്ഥയാണ് ചിത്തഭ്രമം. അത് പല കാര്യങ്ങളായിട്ട് വരും എന്നുള്ളതാണ്. സിക്സോഫ്രീനിയ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അത് കൂടെ താമസിക്കാൻ പറ്റാത്ത, അതായത് തുടർച്ചയായും ഇടവിട്ടുള്ളതുമായ ഒരു ചിത്തഭ്രമം വരുന്ന ഒരു അവസ്ഥ, കൂടെ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു എങ്കിൽ അത് ചിത്തഭ്രമം കൊണ്ടിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വിവാഹമോചനത്തിൻ്റെ ഒരു ഗ്രൗണ്ടായി മാറും. മാറാത്ത കുഷ്ഠരോഗം, ചികിത്സിച്ച് മാറാത്ത കുഷ്ഠരോഗം ആണെങ്കിൽ നമുക്ക് വിവാഹമോചനത്തിന് വേണ്ടി ഹർജി കൊടുക്കാൻ കഴിയും. മറ്റൊന്ന്, പകരാവുന്ന ഗുഹ്യരോഗം, ഏതെങ്കിലും തരത്തിൽ പങ്കാളിക്ക് ഇത് പകരും എന്ന തരത്തിലുള്ള ഗുഹ്യരോഗം. അത് എല്ലാ ഗുഹ്യരോഗങ്ങളും പകരും എന്നുള്ളതല്ല, ചിലത് പകരും. അങ്ങനെ പകരുന്ന ഗുഹ്യരോഗം ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് വിവാഹമോചനം കിട്ടും, അതിന് പെറ്റീഷൻ കൊടുക്കാം. അതുപോലെ വേറൊന്ന്, ഈ ലൗകിക ജീവിതം, കുടുംബ ജീവിതം, ഭാര്യയുമൊത്തുള്ള ജീവിതം, ഇത് പരിത്യജിക്കുക. ദാറ്റ് മീൻസ് ഇത് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ലൗകിക ജീവിതം പൂർണ്ണമായും വെടിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് പോവുകയോ മറ്റേതെങ്കിലും തരത്തിലേക്ക് മാറുകയോ ചെയ്താൽ അത് പങ്കാളിക്ക് ഭൂഷണമല്ല എന്ന് തോന്നിയാൽ പങ്കാളിക്ക് തീർച്ചയായും അതിനുവേണ്ടി ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാം. പങ്കാളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പിന്നെ ഡിവോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. പക്ഷേ ചിലർ അതൊന്നും അനുവദിച്ചു കൊടുക്കാറില്ല. പങ്കാളി തന്നെയും കുടുംബത്തിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നു, ഇല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് വിവാഹമോചന ഹർജിക്കുള്ള ഒരു പ്രധാന ഗ്രൗണ്ടാണ് എന്ന് മനസ്സിലാക്കുക.
7 വർഷമായി പങ്കാളിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാന്ന് വെക്കുക. 7 വർഷമായി. അദ്ദേഹത്തിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് ഒരു വിവരവുമില്ല. അത് ഭാര്യയ്ക്ക് മാത്രമല്ല, ബന്ധുക്കളായാലും ആർക്കായാലും 7 വർഷമായി ഒരു വിവരവുമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് ഒരാൾ ആയിക്കഴിഞ്ഞാൽ ആ കാരണവും പറഞ്ഞ് നമുക്ക് ഹിന്ദു ഡിവോഴ്സ് ആക്ട് പ്രകാരം നമുക്ക് ഹർജി കൊടുക്കാം വിവാഹമോചനത്തിന്. ഈ ചിത്തഭ്രമം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നും കൂടി വിശദീകരിക്കാം. ഈ മാനസിക രോഗം എന്ന് പറയുന്നത് വികലമായ അല്ലെങ്കിൽ മതിയായ വളർച്ചയില്ലാത്തൊരു മാനസിക നില പലർക്കും ഉണ്ടാകാം. ഭ്രാന്ത് എന്ന് മാത്രം കരുതി കളയരുത്. ഭ്രാന്തിനോട് അടുത്ത അവസ്ഥ മാനസിക നില തെറ്റിയ അവസ്ഥ, അങ്ങനെയുള്ള നിങ്ങൾക്കറിയാമല്ലോ. മാനസിക നില ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം എന്നേ ഉള്ളൂ. അത് ചികിത്സ ആവശ്യമുള്ളതാണെങ്കിലും അല്ലെങ്കിലും വിചിത്രമായ ചിന്ത, വിചിത്രമായ പ്രവൃത്തികൾ, സിക്സോഫ്രീനിയ തുടങ്ങിയ ഒരു അവസ്ഥകളൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് വിവാഹമോചനത്തിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കാം. ഈ പരിത്യജിച്ച് പോകുക അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അവഗണിക്കുക എന്നുള്ളതാണെന്ന് ഓർത്തിരിക്കണം. നമ്മളെ ഉപേക്ഷിച്ചു, നമ്മളെ ഇനി വേണ്ട എന്ന മട്ടിലേക്കുള്ള ഒരു മനഃപൂർവമായ ഒരവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ അത് നമുക്ക് ഒരു ഗ്രൗണ്ടായി പറയാം. ഭർത്താവ് മുമ്പ് വിവാഹം ചെയ്തിരുന്നു, നമ്മളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു വിവാഹം ചെയ്തിരുന്നു, നിയമപരമായി അത് വേർപെടുത്തിയിട്ടില്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ള ആൾ ചിലപ്പോൾ വിവാഹ സമയത്തും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ നമുക്ക് അതൊക്കെ തന്നെ ഒരു കാരണമായി നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറാം. വിവാഹം കഴിച്ചു, അതിനുശേഷം ഈ പങ്കാളി റേപ്പിൽ ഏർപ്പെട്ടു, റേപ്പ് ചെയ്തു, ബലാത്സംഗ കുറ്റം ചെയ്തിരിക്കുന്നു, നമുക്ക് വിവാഹമോചന ഹർജിക്ക് ഒരു കാരണമാണ്. അതുപോലെ ഈ പ്രകൃതി വിരുദ്ധ ചില സെക്സുകളുണ്ട്, അതിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാലും നമുക്കത് ഗ്രൗണ്ടാക്കി മാറ്റാം. അതുപോലെ മൃഗസംഗമം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. മൃഗസംഘം എന്ന് വേണമെങ്കിൽ പറയാം. മൃഗങ്ങളെ സെക്സിൻ്റെ കാര്യത്തിൽ വേണ്ടി ഉപയോഗിക്കുന്ന ചില വൈകൃതങ്ങളുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾ ആണെങ്കിലും പങ്കാളി അങ്ങനെയുള്ള ആളാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അത് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടായി നമുക്ക് മാറ്റാം. ഞാൻ പെട്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ അത് ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. അത് ചില കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന എപ്പിസോഡുകളിൽ അക്കാര്യം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം പ്രാഥമികമായിട്ട് ഹിന്ദു ഡിവോഴ്സിന് വരുന്ന ഗ്രൗണ്ടുകൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങളോട് പറഞ്ഞു വെച്ചത്. ഇനി മറ്റ് സമുദായങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിലാക്കാം. നന്ദി.